നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. അങ്ങനെ മലയാള സിനിമയിൽ ഒരു ഭൂകമ്പവും പ്രതിസന്ധിയും അത് ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും സംഭവിക്കാറുള്ളതാണല്ലോ. മലയാള സിനിമയിൽ പല ഘട്ടങ്ങളിലൊക്കെ പ്രതിസന്ധികൾ വന്നുവെങ്കിലും ഇപ്പോഴത്തെ കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടൻ ആരുടെ പക്ഷത്താണെന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് വിഷയത്തിലെ നിലപാട്. അല്ലല്ലേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പക്ഷമൊന്നുമില്ല. എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. എന്തായാലും സത്യത്തിൽ ഇതിന് കാശ് മുടക്കുന്നതിന് അത്യാവശ്യം ഒരു വില വേണമെന്നുള്ള നിലപാട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം ഇത് മലയാള സിനിമയിൽ ഒരു കാലത്ത് ഈ നിർമ്മാതാക്കൾക്കുണ്ടായിരുന്ന ആ ഒരു സ്ഥാനം ഇന്ന് ഉണ്ടോ എന്ന് സംശയമാണ്. നമുക്കറിയാം അന്നൊക്കെ മലയാള സിനിമയിൽ ഉദയ, മെരിലാൻഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സിനിമ നിർമ്മാണ കമ്പനികൾ മലയാളത്തിൽ ഉണ്ടായിരുന്നു. സെൻട്രൽ പിക്ചേഴ്സ്, അങ്ങനെയൊക്കെ ജൂബിലി അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളൊന്ന് എടുത്തു നോക്കൂ, ഇന്ന് പലപ്പോഴും അത്തരം കമ്പനിയുടെ എണ്ണം വളരെ കുറവാണ്. എന്തുകൊണ്ട് അവർ പിൻവാങ്ങിപ്പോയി എന്നുള്ളത് സ്വാഭാവികം നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം കൂടിയാണ്. ഒരു ഈ സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ഒരു മേഖലയാണെങ്കിൽ പോലും അതൊരു വ്യവസായമാണ്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ താരങ്ങളെയൊക്കെ കാണുന്നുള്ളൂ. ഇതൊന്നും അല്ലാത്ത സാധാരണ താഴെത്തട്ട് പ്രവർത്തിക്കുന്ന എത്രയോ സിനിമാ പ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ എനിക്കൊന്ന് ഒരു താരപരിവേഷം വല്ലാതെ വർദ്ധിക്കുകയും അതിൻ്റെയൊക്കെ ഫലമായി നിർമ്മാതാക്കൾക്കൊക്കെ തന്നെ ഒരു 10 ദൂരം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് പലപ്പോഴും. പക്ഷേ ഇതിനകത്ത് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞ മെറിലാൻഡും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഇറയിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അതിൽ കണ്ട് സിനിമ തുടങ്ങിയ ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കും ഒരു ഇമോഷണൽ ഒരു ബോണ്ടിങ് കൂടെ ചേട്ടനൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക, ന്യൂജൻ തലമുറയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എനിക്ക് ഇപ്പൊ സുരേഷ് കുമാറാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വലിയ പ്രസ്താവന കൊണ്ടുവന്നിരിക്കുന്നത്. താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിർമ്മാതാക്കൾക്ക് റോൾ ഇല്ലാതാവുന്നതും. അതെ, ഒരുപാട് സിനിമകൾ ഇപ്പൊ 200 സിനിമ ഇറങ്ങിയാൽ 170 സിനിമകൾ മാത്രം വിജയിക്കുന്ന കണക്കുകളൊക്കെ പറയുന്നു. ഇതിനകത്ത് അടിസ്ഥാനപരമായി കുറച്ചധികം പോയിന്റുകളുണ്ട്. ഒന്ന്, താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടിട്ട് 2 വശങ്ങളും സംസാരിക്കാം. ഒന്ന്, താരം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു സ്റ്റാർ വാല്യൂ, അതായത് ഓഡിയൻസിനെ എന്താ പറയാ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള ഒരാൾ, അയാളുടെ ആ കഴിവിനെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസ് ആയിട്ട് വെക്കുന്നത്. ആ ബിസിനസ് ചെയ്യാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും അതിന് വില പേശുക, അതിന് തൻ്റെതായിട്ടുള്ള ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ താരങ്ങളുടെയും താല്പര്യമാണ്. ഇപ്പം അതൊക്കെ നിർമ്മാതാവിന്റെ ഇഷ്ടത്തിന്, അങ്ങനെയാണ് നിർമ്മാതാവിന് ഏറ്റവും ഇഷ്ടം, പണമില്ലാതെ സൗജന്യമായി അഭിനയിക്കുന്നതായിരിക്കും. എന്നാൽ ചില ആ താരങ്ങളൊക്കെ ഭയങ്കരമായ തുക മേടിക്കുന്നു എന്ന് പറയുന്നു. അതാണ് അതിന്റെ ഒരു പ്രശ്നം. മാന്യമായ പ്രതിഫലം എല്ലാവരും സ്വാഭാവികം കൊടുക്കുമല്ലോ. പക്ഷെ ഈ എല്ലാം കൂടെ എനിക്ക് എഴുതാന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് അത്ഭുതകരമാണ്. നമ്മളൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രേം നസീർ മലയാള സിനിമയിൽ അദ്ദേഹം 3 പതിറ്റാണ്ടിലധികം മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന ആൾ തന്നെയായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും സിനിമ നിർമ്മിച്ചിട്ടില്ല. നമ്മൾ എപ്പോഴും ഓർക്കുക. മറ്റൊന്ന് മധു സാർ, അദ്ദേഹം എപ്പോഴും ജീവിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അത് തിരുവനന്തപുരത്തിൽ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ടാക്കിയ ആളാണ്. സിനിമയിൽ നിന്ന് കിട്ടിയ പണമല്ല, സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളാണ്. അങ്ങനെയൊക്കെ അത് നല്ലതായിരിക്കും, പക്ഷെ അത് അങ്ങനെ തന്നെ വേണം എന്നുള്ള. സുരേഷ് കുമാർ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത് നടന്മാർ സിനിമ നിർമ്മിക്കരുതെന്നാണ്. ഈ നടന്മാർ സിനിമ ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇപ്പൊ എന്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ ഒരു തിരക്കഥ കണ്ടു, എനിക്കൊരു നടൻ സിനിമ ഡേറ്റ് തന്നു, എന്റെ സംവിധാനങ്ങളെല്ലാം ആയാൽ എനിക്കും പടം പിടിക്കാം. അപ്പൊ എന്റെ അടുത്ത് പടം പിടിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് തിട്ടൂരം മറക്കാൻ ആർക്കും ഈ നാട്ടിൽ അവകാശമില്ല. പിന്നെ നടന്മാർ സിനിമ പ്രൊഡക്ഷനിലേക്ക് വരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം ഫണ്ട് കണ്ടെത്താൻ അല്ലെങ്കിൽ അവരുടെ സ്റ്റാർ വാല്യൂ വർദ്ധിപ്പിക്കാൻ. ഇപ്പൊ പല പ്രമുഖരായ പല നടന്മാരും ഈ പറഞ്ഞതുപോലെ സിനിമ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പൊ ചേട്ടൻ പറയുന്നൊരു ഇതുണ്ട്, ഇപ്പൊ സിനിമാ നിർമ്മാതാക്കളൊക്കെ എന്താ പറയാ ഒട്ടും ബഹുമാനം അർഹിക്കാത്ത തരത്തിലേക്ക്. ഞാൻ പക്ഷെ അതിനോട് വ്യക്തിപരമായി എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം പല സിനിമ ഞാൻ പറയുന്നത് പുതു സിനിമയിലെ പുതു സംവിധായകരുടെ ഒപ്പവും നടന്മാർക്കൊപ്പവും തന്നെ ഇപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ കൊടുക്കുക എന്നൊക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉണ്ണി മുകുന്ദൻ വളരെ പ്രിയപ്പെട്ട നടന്മാരിലൊരാളാണ്. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ റിലീസ് ആകുമ്പോൾ ഉണ്ണി മുകുന്ദനെ പോലെ തന്നെ സ്റ്റാർ വാല്യൂ കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു മാർക്കോ സിനിമയുടെ പ്രൊഡ്യൂസറായിരുന്നു മുഹമ്മദ് ഷെരീഫ്. കോടികൾ എറിഞ്ഞിട്ടാണ് പടം ചെയ്തത്. ഈ കോടികൾ എറിയാന്ന് വെച്ചാൽ അയാൾ കൊടുത്തൊരു ഇന്റർവ്യൂ ഞാൻ കാണുകയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതാണ് വേണ്ടതെങ്കിൽ, പണം ഇറക്കിയാണ് പടം ചെയ്യേണ്ടതെങ്കിൽ അത് ഇറക്കി തന്നെ ചെയ്യണം. കാര്യം എന്തൊക്കെ പറഞ്ഞു ചേട്ടാ, നമ്മളൊരു എവിടെയെങ്കിലും പോയി സാലറിക്ക് ജോലി ചെയ്യുന്ന പോലെയല്ല, വളരെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളൊരു കാര്യം തന്നെയാണ് സിനിമ. ആ സിനിമയിലേക്ക് പണം ഇറക്കുമ്പോൾ ആ റിസ്ക് ഉണ്ട്, ആ റിസ്ക് എലമെന്റ് മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. വേറെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വർഷങ്ങളായി സിനിമാ നിർമ്മാണ രംഗത്തുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് മറ്റ് ബിസിനസ്സുകൾ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ചിലർക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്, അല്ലെങ്കിൽ സിനിമാ നിർമ്മാണം നിർത്തി വെച്ചിട്ട് മറ്റ് ബിസിനസ്സുകൾ ഇപ്പോൾ എത്രയോ പേരുണ്ട്. പക്ഷെ ചിലർ ഇപ്പോഴും തുടരുന്ന ആളുണ്ട്. ഇപ്പോൾ സുരേഷ് കുമാറിനെ പോലെ അവർ അദ്ദേഹം മറ്റെന്തെങ്കിലും വ്യവസായം നടത്താനായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം സിനിമാ നിർമ്മാതാവെന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ വർഷങ്ങൾ തുടരുന്ന ഒരാളാണ്.
അപ്പൊ അത്തരക്കാരെ പാടെ ഒഴിവായിക്കൊണ്ട് ഇനി നിങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കാശ് 40 കോടി 50 കോടി മുടക്കാൻ ഉള്ള ആളിവിടെ ഉണ്ട്, നിങ്ങളൊക്കെ കൊണ്ട് മാറി നിൽക്ക് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ പല സിനിമാ പ്രവർത്തകരും പോകുന്നുണ്ടോ എന്ന് സ്വാഭാവികം ഞാൻ സംശയിക്കുന്നു. സുരേഷ് കുമാറിന്റെ തന്നെ ഏറ്റവും ഒടുക്കം ഇറങ്ങിയ സിനിമകളിലൊന്ന് വാശിയാണ്. അദ്ദേഹം പ്രൊഡക്ഷൻ 2022 സ്വന്തം മകളായിരുന്നു പ്രധാനം നടനായി വന്നിരുന്നത്. ടൊവിനോ തോമസ് ആണ്. ഈ സിനിമയ്ക്ക് മുൻപ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമകളെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ പഴയ സിനിമകളുടെ റീമേക്കുകളാണ്. ഇപ്പൊ ചട്ടക്കാരി ഇറങ്ങുന്നുണ്ട്, നീലത്താമര ഇറക്കി, അങ്ങനെയുള്ള സിനിമകളുടെ റീമേക്കുകളാണ്. അപ്പോൾ അവർ ഈ ഒരു നിലവിലൊരു എന്താ പറയുക മീറ്റർ പിടിച്ചു പോകാനായിട്ട് അവർക്ക് പറ്റാത്തൊരു സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പുതുതലമുറയ്ക്ക് വേണ്ടതെന്ന് മാത്രമല്ല മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ KGF പോലൊരു സിനിമ ഇറങ്ങുന്നു, കന്നഡ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അതേക്ക് ബ്ലോക്ക് ബസ്റ്ററായിട്ട് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ, തമിഴ് ഇൻഡസ്ട്രിയിൽ കോടികൾ വാരി കൊണ്ട് മാസ് സിനിമകൾ, അതായത് മാസ് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സിനിമകൾ ഇറങ്ങുന്നതോടുകൂടി കന്നഡ തെലുങ്കിന് ഇപ്പം അല്ലു അർജുന്റെ പുഷ്പ ഇറങ്ങുന്നതോടുകൂടി ആ ഇൻഡസ്ട്രി തന്നെ ഫേസ് മാറുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ എമ്പുരാൻ സിനിമ ഇറങ്ങാൻ പോകുന്നു ലാലേട്ടന്റെ, അതിന്റെ അടുത്ത എമ്പുരാന്റെ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഒരു സിനിമ വരുന്നതോടുകൂടി ആ സിനിമയുടെ ഫേസ് തന്നെ, ആ ഇൻഡസ്ട്രിയുടെ ഫേസ് തന്നെ മാറുകയാണ്. ഇപ്പം നമ്മൾ മഞ്ഞുമ്മൽ ബോയ്സ് ഇറങ്ങുന്നു 100 കോടി. ഇപ്പൊ ഇതിനകത്ത് സുരേഷ് കുമാർ പറയുന്ന മറ്റൊരു കാര്യം കൂടെ, ഞങ്ങൾക്കൊന്നും ഇതുവരെ ഷെയർ കിട്ടിയില്ല. ഒരു നിർമ്മാതാവിന് കിട്ടുന്ന ഷെയർ വെച്ചിട്ടല്ല അത് 100 കോടിയാണോ 50 കോടിയാണോ എന്ന് പറയുന്നത്. ഇപ്പം അദ്ദേഹത്തിന്റെ മകൾ കീർത്തി സുരേഷിന്റെ ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ 100 കോടി 50 കോടി ക്ലബുകളിലൊക്കെ കയറാറുണ്ട്. സത്യത്തിൽ അത് പ്രൊഡ്യൂസറുടെ പോക്കറ്റിൽ വന്ന പണമല്ല, മൊത്തത്തിൽ ആ സിനിമ എത്ര വ്യവസായം ഉണ്ടാക്കിയോ അതിന്റെ ടോട്ടൽ ഗ്രോസ് കളക്ഷനെയാണ് ഇത് എന്താ പറയാമോ മനുജ, ഇതിൽ നമ്മളെ സിനിമാക്കാര സുഹൃത്തുക്കൾ പലരും പറയാറുള്ള ഒരു കാര്യമാണ്. ഇതിൽ പലപ്പോഴും വലിയ താരങ്ങൾക്ക് ഈ 150 കോടി 200 കോടി ക്ലബ് എന്നൊക്കെ പറയുന്നതല്ലേ, അവർക്ക് ചില താല്പര്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഇതിന്റെ ഈ എന്താണ് ഈ സിനിമയുടെ വരുമാനം ഇത്രയും വർദ്ധിക്കുന്നു പറയും, ഇവർ എവിടെ പ്രതിഫലം കൂട്ടും. അപ്പൊ എന്റെ സിനിമ 150 കോടി കയറി കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് 2 കോടിയായിരുന്നു, ഞാൻ 10 കോടി വേണമെന്ന് പറയും. മാത്രമല്ല പണ്ട് ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഒരാൾക്ക് ഒരു 80കൾ വരെ അയാൾക്ക് തിയേറ്ററിൽ മാത്രമേ സിനിമ കാണിക്കാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ല. പിന്നെ ദൂരദർശൻ വന്നതുപോലെ 82 കേരളത്തിൽ ദൂരദർശൻ വരുന്നത്. പിന്നീട് 90s പകുതിക്ക് ശേഷമാണ് പ്രൈവറ്റ് ചാനലുകൾ വന്നു തുടങ്ങി, പിന്നെ സിനിമയൊക്കെ വന്നു തുടങ്ങി എടുത്തു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്ന് തന്നെ സാറ്റലൈറ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംവിധായകരെയും പാവട നിർമ്മാതാക്കളെ പറ്റിച്ചാണ് സാറ്റലൈറ്റ് റൈറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് സിനിമ നിർമ്മിക്കും. അവസാനം ഇത് TV ചാനൽ കൊണ്ട് കാണിക്കും, അവർ ഇത് കാണിക്കാൻ കൊള്ളാമെന്നുള്ളത് തിയേറ്റർ പൊളിഞ്ഞതിൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു വലിയ ഒരു തടസ്സമാണ്. മാത്രമല്ല ഈ ഒരാൾ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുമ്പോഴേ അയാൾ കഷ്ടപ്പെട്ട അയാൾ പൈസ മുടക്കി അല്ലെങ്കിൽ കടം വാങ്ങിച്ചോ ഒക്കെ സിനിമ എടുക്കുന്നു. ഇതിന്റെ ഓവർസീസ് റൈറ്റ് എനിക്ക് വേണം, ഇതിന്റെ അതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് അക്കാര്യത്തൊക്കെ ഉറച്ച നിലപാട് നിർമ്മാതാക്കളും എടുക്കണം. പറ്റൂല, അതിനെയൊക്കെ എതിർക്കപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് ഒക്കെ എഗ്രിമെന്റ് ഒരു ചർച്ചയും ആഫ്റ്റർ ഓൾ ഇതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് ഡീലിങ്ങിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എഗ്രിമെന്റുകളുണ്ട്. ആ എഗ്രിമെന്റുകൾ നടക്കുന്നുണ്ടോ ഇല്ലയോ, വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ അവർ തന്നെ നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇറങ്ങിയ സിനിമകളുടെ ലിസ്റ്റ് കഴിഞ്ഞ G സുരേഷ് കുമാർ ഇപ്പോഴത്തെ പത്രസമ്മേളനമല്ല, അതിന് മുമ്പുള്ള പത്രസമ്മേളനത്തിൽ വിടുന്നുണ്ട്. ഏകദേശം 10-200 സിനിമയുടെ ലിസ്റ്റിൽ വളരെ കുറച്ച് 20ഓളം മലയാള സിനിമകൾ മാത്രമാണ് ലാഭം ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. ഇതിൽ പരാജയപ്പെട്ടു പോയ സിനിമയുടെ ലിസ്റ്റ് നോക്കിയത് ഇതൊക്കെ തിയേറ്ററിൽ വന്നോന്ന് പോലും ഞാൻ പോലും കണ്ടിട്ടില്ല. ഞാൻ എല്ലാ സിനിമകളും ഒഴിവാന്തരപ്പെട്ട സിനിമകളെല്ലാം ഇറങ്ങി 1-2 ദിവസത്തിന് മുമ്പ് തന്നെ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ചധികം പടം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പടം, ഇപ്പം മലയാളത്തിൽ ഒരു മിഡിൽ ക്ലാസ്, ഞാനൊരു മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളാണ്, നമ്മളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങുന്ന എല്ലാ പടങ്ങളും പോയി കണ്ട് പ്രൊഡ്യൂസർക്ക് പൈസ കൊടുക്കാനുള്ള പോക്കറ്റ് നമ്മുടെ വരുമാനത്തിലില്ല. അപ്പോൾ ഒരു 4 അംഗം ഉള്ള ഒരു കുടുംബത്തിൽ അവര് ഇപ്പൊ സിനിമ കാണാൻ വേണ്ടി പോകുന്നു. സിനിമ കാണാൻ വെച്ചാൽ അവരെ സംബന്ധിച്ച് പുറത്തു പോവുക, വെച്ച് ഭക്ഷണം കഴിക്കുക, സിനിമയൊക്കെ ഒന്ന് കാണുക, ഒന്ന് കറങ്ങി വരിക എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സാലറിയിൽ ഒരു മാസത്തെ അവരുടെ ഔട്ടിങ് ആയിരിക്കും അത്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് സിനിമ. അപ്പൊ ഞങ്ങൾ ഇറക്കുന്ന സിനിമയെല്ലാം നിങ്ങൾ പോയി കണ്ടോളണം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മികച്ച സിനിമ ഏതാണ്, റിവ്യൂസിനെ നോക്കും, മറ്റുള്ളവർ പറയുന്ന കമന്റുകൾ നോക്കും, അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിനെ പറ്റുന്നതാണോ നോക്കും. ഇപ്പൊ ചില ആളുകൾക്ക് ആക്ഷൻ സിനിമകൾ ഇഷ്ടമല്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് ഇഷ്ടമാണ്. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ മാർക്കോ കാണില്ലായിരിക്കും, പക്ഷെ ചേട്ടൻ പോയി വേറൊരു സിനിമ കാണുമായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ജോണറാണ്. ഇഷ്ടമുള്ള മേഖലയിൽ ഇഷ്ടമുള്ള സിനിമ കാണുക എന്നുള്ളത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അപ്പോൾ ഇറക്കുന്ന എല്ലാ പടങ്ങളും വിജയിക്കണം എന്നുള്ളതിന് അവരുടെ ആർഗ്യുമെന്റ് തന്നെ അവിടെ തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ഇറങ്ങിയ സിനിമകളിൽ പരാജയപ്പെട്ടു പോയ കുറെ സിനിമ, പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസനൊക്കെ
ആഴ്ചയിൽ വീക്ക്ലി സ്റ്റാർ ആണ്. ആഴ്ചയിൽ സിനിമ ഇറക്കുന്നു, ആഴ്ചയിൽ ഇറങ്ങിയതിന് പിറ്റേ ദിവസം അത് പൊട്ടിപ്പോകുന്നു. അത് നല്ല കഥയില്ല, നല്ല കഥാപാത്രങ്ങളില്ല, നല്ല സംവിധാനമില്ലാത്ത സിനിമകളും പരാജയപ്പെടും. അപ്പം അവിടെ സിനിമയുടെ നിർമ്മാതാവിന് റോളില്ലേ, മികച്ച സിനിമ ഇറക്കാൻ. ഈ പലപ്പോഴും ഞങ്ങളുടെ സഹപാഠികൾ പല ഒരുപാട് സിനിമാക്കാരായിട്ടുള്ളവരുണ്ട്. അവരൊക്കെ പറയാനുള്ള ഒരു കാര്യം, ഒരു നല്ല കഥയും കൊണ്ട് പലപ്പോഴും ഒരു നടൻ്റെ അടുത്ത് അവർ ചെല്ലുന്നു. ഇത് ഓടാൻ സാധ്യത ഉള്ളതാണ് എന്ന് കണ്ടാൽ ചില നടന്മാരെ ഞാൻ നിർമ്മിക്കാന്ന് പറയും എന്ന് പറയും. ഓടാൻ സാധ്യത ഇല്ലാത്തതാണെന്ന് തോന്നിയാലും ഈ മരണ നിർമ്മാതാവ് കാശുകാരനാണെങ്കിൽ ശരി ഞാൻ അഭിനയിക്കാന്ന് പറയും. കാരണം അവർക്കതിനാ വലിയ പ്രതിഫലവും ഈ പറഞ്ഞൊരു സാറ്റലൈറ്റ് റൈറ്റ്, ഓവർസീസ് റൈറ്റ് എന്തൊക്കെ കിട്ടും. പക്ഷേ ഇത് നല്ലതൊക്കെ ഞാൻ എടുക്കാം, നല്ലതല്ലാത്തതൊക്കെ ആ പ്രൊഡ്യൂസറൊക്കെ പാവപ്പെട്ടവനോട് കൊടുത്തേക്ക് എന്നുള്ള ആറ്റിറ്റ്യൂഡ് പലരുടെയും ഭാഗത്തുനിന്നുണ്ട്. അതിനേക്കാൾ ഒരുപക്ഷെ ജി സുരേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ ചോദ്യം. ജി സുരേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് നന്മയുള്ള മനുഷ്യനാണ്. മലയാള സിനിമ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള, അതുപോലെ ഈ മലയാള സിനിമയിൽ പണ്ടുണ്ടായിരുന്ന ഒരുപാട് ദുരിതം അനുഭവിച്ച ആളുകളൊക്കെ, അത് ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അവരെ ഒരുപാട് പേരുടെ മലയാളത്തിൽ നമ്മൾ അന്തരിച്ച പ്രമുഖനായ സിനിമയാണ് അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയും അതിൻ്റെ കുടുംബത്തിന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ നടൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സുരേഷ് കുമാറൊക്കെ ചേർന്ന് അതിൻ്റെ കുടുംബത്തെ അങ്ങേറ്റം സംരക്ഷിച്ച കാര്യം നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ സുരേഷ് കുമാറിനെ പോലുള്ള ആളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവരവരുടെ കാര്യം മാത്രമല്ല നോക്കുന്നത് എന്നുള്ളതാണ്. അതാണ് അവരുടെ ഒരു പക്ഷേ ഇന്നത്തെ കാലത്തേക്ക് അവർ യോജിച്ചല്ലാത്താകും തോന്നുന്ന കാര്യം അതാണ്. തീർച്ചയായും സുരേഷ് കുമാർ പറഞ്ഞു, ഇപ്പൊ എമ്പുരാന്റെ എത്ര രൂപ 150 കോടിയോളം രൂപ മുടക്കിയാണ് എമ്പുരാൻ നിർമ്മിക്കുന്നതെന്ന് ആന്റണി പെരുമ്പാവൂർ പറയാത്ത, അദ്ദേഹം മാത്രം പറയേണ്ടുന്നൊരു കാര്യം സുരേഷ് കുമാർ വലിയ കാര്യത്തിന് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നു പറയുന്നു. ഇതൊക്കെ ആരാണ് അദ്ദേഹത്തിന് അധികാരം കൊടുത്തിട്ടുള്ളതെന്ന് പോലും ആന്റണി പെരുമ്പാവൂർ ചോദിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞ് നാട്ടുകാർ മുന്നിൽ അറിഞ്ഞ് പത്രത്തിൽ റിപ്പോർട്ടും വന്നതിന് ശേഷം പിൻവലിക്കാം എന്ന് പറയുന്നത് ടെക്നിക്കലി നിങ്ങൾക്കത് ഒരു വാക്കുകൊണ്ട് പറയാം എന്നതിനേക്കാൾ ഉപരിയായി അത് ഓൾറെഡി ഔട്ടായ ഒരു സാധനം നമുക്ക് അങ്ങനെ പിൻവലിക്കാനൊന്നും പറ്റില്ല. രണ്ടാമത്തെ പണ്ടൊക്കെ മലയാള സിനിമയിൽ ഈ നിർമ്മാതാക്കൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേറെ ചില മാർഗങ്ങളും ഉണ്ടായിരുന്നു. പണ്ട് സിനിമയിൽ പാട്ടുണ്ടല്ലോ, ഒരു സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എപ്പോഴും പാട്ട് റെക്കോർഡിങ്ങോടായിരിക്കും പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുള്ളത്. അപ്പോൾ ഈ പാട്ടിൻ്റെ റൈറ്റ് നന്നായിട്ട് പൈസ കിട്ടുന്ന ഒന്നായിരുന്ന ആൾക്ക് ഇപ്പോൾ സിനിമയിൽ പാട്ടില്ല. അപ്പോൾ അത് കാരണം ആ വഴിക്കുള്ള പൈസ അതങ്ങ് അടഞ്ഞു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ നടന്മാർക്ക് കൊടുക്കേണ്ട ഭീകരമായ പ്രതിഫലം. മറ്റൊന്ന്, ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പലപ്പോഴും വല്ലാതെ നീണ്ടുപോകും. ചിലപ്പോൾ 30 ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ സിനിമ 70 ദിവസം കഴിഞ്ഞാലും തീരില്ല. അപ്പം നമുക്കറിയാം ഒരു ദിവസം ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഏതെല്ലാം ഇനത്തിലാണ് പൈസയിലാവുന്നത്. ഇത് ഡെയിലി ഉള്ള ഇതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്പെൻസ് ആണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്, അത് ശരി തന്നെ. പക്ഷേ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നു. ആ സിനിമ അതിന്റെ സംവിധായകൻ ബ്ലസ്സിയൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് വർഷങ്ങളോളം, അതായത് എനിക്ക് തന്നെ 8-9 വർഷം കൊണ്ടാണ് സിനിമ ചിത്രീകരിക്കുന്നത്. ആ സമയത്ത് കോവിഡിന്റെ പ്രശ്നങ്ങൾ വരുന്നു. ഇവർക്ക് ഈ ചിത്രം ഷൂട്ടിംഗ് കുഴുങ്ങി പോകുന്ന സിറ്റുവേഷൻ വരുന്നു. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നു. ഇത് സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അത് ആരെയാണ് ബ്ലെയിം ചെയ്യാന്നുള്ളത് പ്രധാനം. പിന്നെ ഒരു പ്രശ്നം, ചിലത് നമുക്ക് ഈ പറഞ്ഞ പോലെ മികച്ച ടെക്നീഷ്യൻസ് ഇല്ലാതെ കൊണ്ടോ അല്ലെങ്കിൽ സംവിധായകന്റെ കയ്യിലിരിപ്പ് കൊണ്ടോ ഒക്കെ സിനിമകൾ പരാജയപ്പെടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജി സുരേഷ് കുമാർ പറയുന്നുണ്ട്, ഒരു സിനിമ എടുത്ത സംവിധായകന്റെ കഴിവുകേട് കൊണ്ട് സിനിമ നീണ്ടുപോവുകയും 4 കോടി സിനിമ ബജറ്റ് ഇട്ടത് 20 കോടിയാവുകയും പ്രൊഡ്യൂസർ പട്ടിണിയിലാവുകയും അല്ല സിനിമ വിജയിക്കാതെ വരെ ചെയ്യുന്നു. ഈ പ്രൊഡ്യൂസറുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത്, എന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് അവരുടെ ഇന്റർവ്യൂ എടുത്തത്. ആ ഇന്റർവ്യൂ ഞാൻ വായിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, അന്ന് ഗോകുലം ഗോപാലനൊക്കെയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ തൊഴുത്തിലൊന്നും ആയില്ല, തൊഴുത്തിലായി എന്നുള്ളത് അദ്ദേഹം ഇച്ചിരി ഓവറായിട്ട് പറഞ്ഞാണ് എന്നൊരു സാധനം. അപ്പം ഇവിടെ ആരുടെ തെറ്റാണ്? പ്രൊഡ്യൂസർക്ക് അത് സിനിമ തുടങ്ങി കഴിഞ്ഞ് ഇട്ടിട്ട് പോകാൻ പറ്റൂല. ഇയാളെ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട ഒരു സിനിമയുടെ സ്പിൻ ഓഫ് പോലെ എടുത്തൊരു സിനിമയാണിത്. അത് വിജയസാധ്യതയുണ്ടോ, തിയേറ്ററിൽ ഇത് ആരെങ്കിലും കാണുമോ എന്നൊരു ഔചിത്യം അത് ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടാ, ഈ കഴിഞ്ഞ വർഷവും അതിന്റെ 2 വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ മലയാള സിനിമയെ കുറിച്ച് റിവ്യൂ പറയുന്ന ആളുകൾ വളരെ വലിയതായിട്ട് കൂടിയിട്ടുണ്ട്. പശ്വന്ത് കോക്ക്, ഷസാം, അങ്ങനെ പോലെ ഒരുപാട് ആളുകൾ ഈ റിവ്യൂ പറയുന്നുണ്ട്. അപ്പൊ ഇവര് വരുന്നു, നമ്മുടെ ഒരു കോമൺ മാൻ പെർസ്പെക്റ്റീവിലാണ് ഇവർ പറയുന്നത്. ഇപ്പൊ ചില സിനിമകൾ കാണുമ്പോൾ തന്നെ ഇപ്പൊ ലേട്ടന്റെ പടമാണെങ്കിൽ തന്നെ കൊള്ളില്ല എന്ന് തന്നെ വന്ന് പറയും. അപ്പോൾ ഇത് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെ എതിർക്കാനും എന്താണ് പറയുക, റിവ്യൂ ബോംബിങ് നടത്തി മലയാള സിനിമയെ തകർക്കുകയാണ് ഇവരെന്ന് പറയുന്നത്. റിവ്യൂ എഴുതുന്നവർ മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാൻ സമ്മതിക്കില്ല. അപ്പൊ ഇപ്പൊ എന്താണ് സുരേഷ് കുമാർ ഒക്കെ പറഞ്ഞു വെക്കുന്നത്, 170 സിനിമ ഇവര് കണ്ട് റിവ്യൂ പറഞ്ഞിട്ടല്ല അത് പൊട്ടിപ്പോകുന്നത് തിയേറ്ററിൽ.
മറിച്ച് ആ സിനിമയ്ക്ക് കാതലായ ഒരു തിരക്കഥയില്ല, മികച്ചൊരു കഥയില്ല, മികച്ചൊരു സംവിധാനമില്ല. അത് ആൾക്ക് കാണാൻ താല്പര്യമുണ്ടോ ഇല്ലെന്നുള്ളത് ആഫ്റ്റർ ഓൾ അതൊരു ജനങ്ങൾ മാത്രം ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില സിനിമകളൊക്കെ ഇപ്പൊ നമ്മള് വേൾഡ് ഫേമസ് ഫിലിമേഴ്സ് ആയ അപ്പോക്കാലിപ്റ്റോയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അതൊരിക്കലും ഒരു പരസ്യം ചെയ്തിട്ടില്ല, മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു. അതായത് മികച്ച സിനിമകൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒക്കെ തരത്തിൽ അത് വിജയിക്കുകയും അത് ആളുകളുടെ പ്രേക്ഷക പ്രീതി മേടിക്കുകയും ആളുകൾ അതിനെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ ചില സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടുന്നത് OTT-ൽ വൻ ഹിറ്റ് ആവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും പുതിയ തലമുറയിൽ പഴയ നിർമ്മാതാക്കളെ അപേക്ഷിച്ച് പലർക്കും പറ്റുന്ന ഒരു അബദ്ധം. ഇപ്പോൾ ഒരാൾ തിരക്കഥ സമ്പ്രദായം വരും, തിരക്കഥയൊക്കെ തയ്യാറാക്കും. പല സിനിമയ്ക്ക് തിരക്കഥ പോലും ഇല്ലാതെ ഷൂട്ട് തുടങ്ങിയ സിനിമകൾ എത്രയെങ്കിലും ഉണ്ട്. ചിലത് വിജയിച്ചിട്ടുള്ളത് പോലെ ഉണ്ട്. ശ്രീനിവാസൻ സ്ക്രിപ്റ്റിംഗ് ഒക്കെ അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഒക്കെ ഒരുപാട് ആളുകൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയുടെ ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, കുറിപ്പുകൾ, ഈ മെമേസ് ഒക്കെ വായിക്കാറുണ്ട് നിരന്തരമായി. അപ്പൊ അദ്ദേഹമൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കും ഇരുന്നിട്ട് ഷോട്ടുകൾ എഴുതി തീർക്കുന്നത്. കഥ ഒരു കിട്ടി, അതിനൊരു ബേസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഷൂട്ടിംഗ് ആരംഭിക്കും. അന്നായിരിക്കും ഇരുന്ന് എഴുതുകയും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വിജയിച്ചതുണ്ടല്ലോ സിനിമകളുണ്ട്. പക്ഷെ അത് ശ്രീനിവാസനെ പോലുള്ള മഹാപ്രതിഭാശാലിയെ സംബന്ധിച്ച് അത് എളുപ്പമാണ്. ഇന്നിപ്പോ ഈ സിനിമ സ്ക്രിപ്റ്റേ ഉള്ളില്ല, അത് മാറ്റാം, നമുക്ക് നാളെ. ഫോർ എക്സാമ്പിൾ കാലാപാനി എന്ന് പറയുന്ന ഒരു സിനിമ മോഹൻലാലിന്റെ ലൈഫിലെ ഏറ്റവും മികച്ച സിനിമകളാണ്. കാലാപാനി തിയേറ്ററിൽ പരാജയമായിരുന്നു, കിലുക്കം തിയേറ്ററിൽ പരാജയമായിരുന്നു, തിയേറ്ററിൽ വിജയിച്ചു. തിയേറ്ററിൽ വിജയിച്ചു. അന്ന് കലാമതിയിൽ വന്നൊരു കവർ സ്റ്റോറി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കോടികളുടെ കിലുക്കവുമായി കിലുക്കം എന്നായിരുന്നു അതിന്റെ പേര്. പല പല സിനിമകൾ ഇപ്പൊ നമ്മളൊക്കെ ഇരുന്ന് കാലം മാറി ഇറങ്ങിയ ചില സിനിമകളുണ്ട്, അന്ന് ഓടേണ്ടിരുന്ന സിനിമകൾ. പക്ഷെ ഇന്ന് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നത് ഇപ്പൊ നമ്മൾ ചിരിക്കുകയും ചെയ്യുന്ന പല പടങ്ങളും. ഇപ്പൊ ദിലീപിന്റെ വെട്ട സിനിമ ഇപ്പോഴും നമ്മൾ ചിരിക്കും, പക്ഷെ അത് പരാജയപ്പെട്ടു പോയി. അങ്ങനെ എത്രയോ സിനിമകളുണ്ട്. ഇന്നത്തെ തലമുറ എന്താണ് ചുമലേരി കൊണ്ടു നടക്കുന്ന തൂവാന തുമ്പികൾ, ക്ലാരയെ കുറിച്ച് പത്മരാജന്റെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടു. ഗ്രാമം, പത്മരാജന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളും പരാജയമായിരുന്നു. അത് കാലം മാറി ഇറങ്ങിയ സിനിമകളായിരുന്നു. ഇന്നാണ് ഇറങ്ങിയിരുന്നെങ്കിലേ ഈ അരപ്പട്ട കെട്ടി ഗ്രാമം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടോ? ആ സിനിമ കണ്ണിൽ കാണണം. കാരണം ഒരു ദിവസം നടക്കുന്ന ഒരു സംഭവമാണ് അത്. ഇതൊരു ഗംഭീര മലയാളത്തിൽ ഇങ്ങനെ സിനിമ ഇറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിഗംഭീരമാണ്. ഒരുപക്ഷെ ഇന്നാണ് ഇറങ്ങിയെങ്കിലുണ്ടല്ലോ ഇന്ന് ഇവിടുത്തെ ചർച്ചാ വിഷയമായിരുന്നു. അപ്പൊ അതാണ് പറയുന്നത്, ചില സിനിമകൾ അങ്ങനെയുണ്ട്, നല്ല ചിത്രം. അപ്പൊ ഇതൊക്കെ അതിന്റെ ആകെ തുകയിൽ പറയാനുള്ള സാധനം, ഇതൊരു റിസ്ക് പിടിച്ചൊരു ബിസിനസ് ആണെന്നുള്ളതാണ്. തിയേറ്ററിലേക്ക് പ്രേക്ഷകൻ വരണമെന്നുണ്ടെങ്കിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം മോഹൻലാലിന്റെ ബറോസ് സിനിമ 150 കോടി രൂപയാണ് അതിന്റെ ബജറ്റ് എന്ന്, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് മോഹൻലാൽ തന്നെ പറയുന്നു. അവർ തന്നെയാണ് സിനിമ പ്രൊഡക്ഷൻ നടത്തിയത്. പക്ഷെ ബറോസ് 8 നിലയിൽ പൊട്ടി. കുട്ടികൾക്ക് വേണ്ടി ഇറങ്ങിയ സിനിമയാന്ന് പറഞ്ഞു. റീസൺ മലയാള സിനിമയിൽ 2025 ആദ്യത്തെ പരാജയ സിനിമ മോഹൻലാൽ 150 കോടിയുടെ ബറോസ് ആണ്. അപ്പം ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അവിടെയും അവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അങ്ങനെ തിയേറ്ററിൽ വലിയ ഫ്ലോപ്പുകളൊക്കെ ആവുന്ന തുടർച്ചയായ സാഹചര്യം ഉണ്ടെങ്കിൽ താരങ്ങളും സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ചേർന്നിരുന്ന് ഒരു സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ ഉണ്ടായതിനു ശേഷം അതാണ് വേണ്ടത്. മലയാളത്തിൽ എല്ലാവരും ചിന്തിക്കണം, ഇത് ഒരാളിന്റെ വിഷയമല്ല. ഇത് പലപ്പോഴും സത്യത്തിൽ എനിക്ക് വളരെ വിഷമത്തോടെ തോന്നാറുണ്ട്. നമ്മൾ അറിയാവുന്ന പല നിർമ്മാതാക്കളും സംവിധായകരും പറഞ്ഞിട്ടുള്ള കാര്യം, പല അഭിനേതാക്കളെ സംബന്ധിച്ച് എനിക്ക് മാക്സിമം പൈസ ചെയ്യുന്ന അടിച്ച് വാരിക്കൊണ്ട് പോകണം, ബാക്കി അവന്റെ തലയിലെടുത്താണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇത് എല്ലാ നടന്മാരെയും കാര്യമല്ല നമ്മൾ പറഞ്ഞത്. ചില അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, എനിക്ക് പൈസ കിട്ടിയാൽ മതി, ഇത് എങ്ങനെ പൊളിഞ്ഞാലൊന്നും എനിക്കൊന്നുമില്ല, ചുമ്മാ ഡേറ്റ് കൊടുക്കുക, ആൾക്കാർ അഭിനയിക്കുക, പൈസ വാങ്ങിക്കുക എന്നുള്ള ഈ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ. ഇത് ഈ പണ്ടൊക്കെ ആണെങ്കിൽ വളരെ കൃത്യമായി വെൽ പ്ലാൻഡ് ആണ് എല്ലാ കാര്യങ്ങളും. പ്ലാനിങ്ങോടുകൂടി എല്ലാവരും സിനിമ ചെയ്യാനുള്ളവരെന്ന് പറയും. അത് നിർമ്മാതാവും സംവിധായകനും അഭിനേതാക്കളും എല്ലാം ഒത്തുകൂടി അവർ അത് വളരെ കൃത്യമായിട്ട് പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകുമായിരുന്നു. ഇന്നിപ്പോൾ അതില്ലാത്ത തീർത്തും ഞാൻ ഇക്കാര്യത്തിൽ നിർമ്മാതാക്കളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ഞാൻ പറയുകയാണ്. കാരണം അങ്ങനെ ഒന്നും സംബന്ധിച്ചു കൊടുക്കരുത് അവര്. കാരണം ഒരു നിർമ്മാതാവ് സംവിധായം വരുമ്പോൾ, ഒരു കഥയായിട്ട് വരുമ്പോൾ തിരക്കഥാകൃത്തും അഭിനേതാക്കളും സിനിമ വിജയിക്കും. ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പൊട്ട സിനിമ, എനിക്കിനി ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്താൽ ഞാൻ അങ്ങോട്ട് പോയി കാണില്ല. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നിട്ട് ധ്യാൻ ശ്രീനിവാസന്റെ പടം PVR ഷോയ്ക്ക് പോയി. ഞാനത് PVR ആണ്, നല്ല സ്ക്രീനിങ് ആണ്, നല്ല സിനിമയാണ്. ഞാൻ പകുതിയായി ഇറങ്ങിപ്പോന്നു. അത്ര അൺസഹിക്കബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റും അഭിനയവും തിരക്കഥയും ഒക്കെയാണ് സിനിമയുടെ. കഥയേ ഇല്ലാത്തൊരു സിനിമ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇറക്കി വെച്ചിട്ട് അത് ശരിക്കും പറഞ്ഞാൽ വിദേശത്തൊക്കെ ഷൂട്ട് ചെയ്തതാണ്. എന്തിനാ പടം വിദേശത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇരട്ടി കോസ്റ്റിലേക്കാണ് പോകുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ കൊണ്ട് തല വെക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് മെറിലാൻഡിന്റെ പഴയ പ്രൊഡ്യൂസറാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഇപ്പോൾ അപ്ഡേറ്റഡ് ആവുക. ഇപ്പം പുതിയ പുതിയ നിർമ്മാതാക്കൾ വരുന്നുണ്ട്. ഇപ്പം മികച്ച നടന്മാർ, അവർ അവർക്ക് കൂടി കുറച്ചുകൂടി ഫ്രീ ആയിട്ട്. എന്തുകൊണ്ടാണ് എനിക്ക് നടന്മാർ നിർമ്മാണത്തിലേക്ക് വരുന്നത്? ഉറപ്പായും തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഫ്രീഡം,
മാത്രമല്ല മനുജ, ഇപ്പൊ പണ്ട് ആ പഴയ തിയേറ്ററിൽ കാണിച്ചാലേ പൈസ കിട്ടാവുള്ളൂ. ഇന്ന് 100 മാർഗമുണ്ട്. OTT ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ ഇത് പലപ്പോഴും ചെയ്യാറുള്ളത് ഈ അഭിനേതാക്കള് ആവശ്യപ്പെടും എനിക്ക് ഇതെങ്കിൽ തരണമെന്ന് പറയും. തരാൻ സൗകര്യം ഇല്ല എന്ന് പറയാനുള്ള ആംബിയം ഉള്ള നിർമ്മാതാക്കൾ ആദ്യം മലയാളത്തിൽ വരണം. അങ്ങനെ ഒരുപാട് പേര് മലയാള സിനിമയിൽ അങ്ങനെ നിർമ്മാതാക്കളായി ഉണ്ടായിരുന്നു. അത് തീരെ പണ്ടല്ല, അല്ലാത്ത കാലഘട്ടത്തിൽ പോലും ഈ നടന്മാരും ഈ അഭിനയിക്കുന്ന താരങ്ങൾ ആവശ്യമില്ലാത്ത ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചാൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യമുള്ള ഒരുപാട് നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇപ്പൊ നിർമ്മാതാക്കളെ കിട്ടാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, മുഹമ്മദ് ഷെരീഫിനെ പോലെയുള്ള മാർക്കോ ഇറക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള നിർമ്മാതാക്കളുണ്ട്. ഇപ്പൊ ജോജു ജോർജിന്റെ പണി വരുന്നു, പ്രൊഡക്ഷൻ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് വരുന്നു, അദ്ദേഹത്തിന്റെ എന്റർടൈൻമെന്റ്സ് ആണ് ഇറക്കുന്നത്, വരുന്നുണ്ട്. ഇപ്പോ കഥ ഇതുവരെ അല്ലെങ്കിൽ പല പല സിനിമകൾ ഇറങ്ങുന്ന സമയത്തും ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ സിനിമ ഹൃദയം ഇറങ്ങുന്നു, ആ പടത്തിന് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫനെ പോലുള്ള ആളുകൾ വരുന്നുണ്ട്, ARM വരുന്നു, കോടിക്കണക്കിന് തന്നെ അവരെ പിൽക്കാല തലമുറയിൽപ്പെട്ട വൈശാഖ സുബ്രഹ്മണ്യം പേരക്കുട്ടിയാണ്. അദ്ദേഹം പുതിയ സിനിമ ഇറക്കുന്നുണ്ട്. അപ്പൊ നല്ലതാണ്. കാരണം അവരെയൊക്കെ പോലെയുള്ള അവരുടെ കുടുംബത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള എത്രയും സിനിമ നിർമ്മിച്ച ഒരു പാരമ്പര്യം വീട്ടിൽ സംശോധിക്കാൻ ഒരാളുണ്ടല്ലോ. അപ്പൊ എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സിനിമയായിട്ട് മുന്നോട്ട് പോകാമെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ അവർക്കുണ്ടാകും. ഈ താരാധിപത്യം എന്ന് പറയുന്നത് പണ്ടും ഉണ്ടായിരുന്നു തന്നെയാണ്. പക്ഷെ അത് അന്നൊക്കെ ഈ താരങ്ങൾ വന്നിട്ട് അനാവശ്യ ഡിമാൻഡ്, എനിക്ക് ഇന്ന ജ്യൂസ് ഞാൻ കുടിക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഹോട്ടലിൽ ഞാൻ താമസിക്കും, ഇന്ന ഭക്ഷണം തരണം എന്നൊക്കെ പറയുന്ന ഡിമാൻഡ് വയ്ക്കുമായിരുന്നു പറയും. അന്ന് പക്ഷെ അവരാരും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് തരണം, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ അവർക്ക് പ്രതിഫലം കൊടുക്കുക എന്നുള്ളതല്ലാതെ, അക്കാര്യത്തിലല്ലാതെ ഈ മറ്റുള്ള കാര്യങ്ങൾ അവർ ഡിമാൻഡ് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ അതങ്ങ് മാറി. മാത്രമല്ല ഇപ്പം ഈ താരങ്ങളുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇപ്പൊ അഭിനയിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ മിക്കവാറും എല്ലാവർക്കും സ്വന്തമായിട്ട് പ്രശ്നങ്ങളും എല്ലായിടത്തും ഇപ്പൊ എല്ലാം ക്ലീൻ ആയ ഒരു സ്പേസ് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ അതായത് സോക്കോൾഡ് പ്രൊഡ്യൂസർമാർ മാത്രമേ സിനിമ നിർമ്മിക്കാൻ പറ്റുള്ളൂ, നിങ്ങളൊക്കെ വന്ന് അഭിനയിച്ച് തന്നേക്കണം, അതിന്റെ കൂടെ നിങ്ങൾ പ്രതിഫലം കൂടെ കുറയ്ക്കണം. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർക്കാർ വിനോദ നികുതി എന്ന രീതിയിൽ വലിയ ടാക്സ് പിടിക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ ടെക്നിക്കലി അത് സംഘടന എന്ന നിലയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഈ നിലവിലുള്ള പുതുതലമുറയിൽപ്പെട്ട ആളുകളെല്ലാം ഒഴിവാക്കി ഞങ്ങൾ പഴയ ആൾക്കാർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് സത്യത്തിൽ സിൻഡ്രോം. ആ സിൻഡ്രോമിന് പേരുകൾ ധാരാളമായി ഇപ്പോഴത്തെ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള ആളുകളോടുള്ള പുതുതലമുറയിലെ ആളുകളുടെ വേറെ മാറി ചിന്തിക്കുന്നു. അല്ല, പഴയ തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവർക്ക് പുതിയ രീതിയിലുള്ള സിനിമ നിർമ്മിക്കാനുള്ള സംവിധായക തിരക്കഥകളൊക്കെ അവർക്ക് അറിയാം. മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇന്നിപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ ഈ വമ്പൻ താരങ്ങളില്ലാത്ത സിനിമകളും വിജയിക്കുന്നുണ്ട്. ഇപ്പൊ കഥ അതിന്റെ എങ്ങനെ ട്രീറ്റ്മെന്റും കഥയൊക്കെയാണ് പ്രധാനം. പണ്ട് വലിയ മെഗാ താരം ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാവൂ. നോക്കൂ, മോഹൻലാൽ എത്ര സിനിമ ഒരു നല്ല ഹിറ്റ് അടിച്ചിട്ട് എത്ര വർഷം എന്നറിയോ. ബേസില് ഇന്ദ്രൻസ് അവരൊക്കെ പോലുള്ള ആളുകൾ ഇപ്പൊ നായകന്മാരെ മെയിൻ റോളിൽ വരികയും ആ സിനിമകൾ വലിയ വിജയമായ എത്രയും നടന്മാർ ഒരുപാട് പേരുണ്ട് ഇതുപോലെ. ഞാൻ പറയട്ടെ, ഈ വിജയിച്ച സിനിമയിലെ നിർമ്മാതാക്കളൊന്നും ഈ പറഞ്ഞ പഴിയുമായി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമില്ല എങ്കിൽ പോലും സുരേഷ് കുമാറിന്റെ മകളുണ്ട് കീർത്തി സുരേഷ് അഭിനയിച്ച അടുത്തിടെ ഇറങ്ങി 3 പടം വമ്പൻ ഫ്ലോപ്പായിരുന്നു. കീർത്തി സുരേഷ് റെമ്യൂണറേഷൻ കുറയ്ക്കില്ല, കൂട്ടുക മാത്രമേ ഉള്ളൂ. ഇപ്പൊ ബേബി ജോൺ എന്ന് പറഞ്ഞൊരു പടം ബോളിവുഡിലേക്ക് ഇറക്കുന്നു. 200-250 കോടി രൂപയായിരുന്നു ബജറ്റ് എന്ന് പറയുന്നു. പക്ഷെ അതിന് യാതൊരു തരത്തിലുള്ള പ്രതിഫലവും നിർമ്മാതാവ് എന്താ പറയാ പൂർണ്ണമായ അർത്ഥത്തിൽ അയാൾ ബാങ്ക്രപ്റ്റ് ആവുന്ന അവസ്ഥയിലേക്കാണ് എൻ്റെ വരുന്നത്. പക്ഷെ അതല്ലാതെയുള്ള ബിസിനസ്സുകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു ഇൻഡസ്ട്രി, ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. പണ്ട് നമ്മൾ അറിയുന്നില്ലായിരുന്നു, ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും. മലയാള സിനിമയിൽ പണ്ട് ഒരു സംഘടന ഉണ്ടാകുന്നുള്ളൂ, മലയാള ചലച്ചിത്ര പരിഷത്ത് എന്ന് പറയും. മദ്രാസിലാണ്, ചെന്നൈയിലാണ് അതിന്റെ ആസ്ഥാനമായിരുന്നത്. അപ്പോൾ അതിലങ്ങനെ സിനിമയെ ബന്ധപ്പെട്ട എല്ലാവരും പ്രവർത്തിച്ചിരുന്നത് ആ സംഘടന. പിന്നെ അതിൽ നിന്നാണ് ഓരോരോ പ്രൊഡ്യൂസർ അസോസിയേഷനായി, പിന്നെ ഫെഫ്കാം ആക്ട്, ഇങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് സിനിമയിൽ. നിങ്ങളോട് ആരാണ് ഇത് സംഘടനയുടെ നിലപാടായി എന്ന് പറയുക? ഇപ്പൊ ജൂണിൽ സമരം പറയും. ഈ സമരം വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർമാർക്കാണോ പ്രശ്നം വരാൻ പോകുന്നത്? അല്ല, ഈ സമരവും വിലക്കും ഒന്നും സിനിമയ്ക്ക് ഉള്ള കാര്യമല്ല. കാരണം അത് ചെയ്യാൻ പാടില്ല നമ്മളൊരിക്കലും. കാരണം അതൊരു എന്റർടൈൻമെന്റ് മീഡിയ മാത്രമല്ല, ഇത്രയും മനുഷ്യർ ജീവിക്കേണ്ടതുകൊണ്ട് ഒരു കോമൺ മാനെ സംബന്ധിച്ച് ഏറ്റവും ലളിതമായി ഏറ്റവും കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ആണ് സിനിമ. ആ സിനിമയുടെ പേരിലുള്ള ഇങ്ങനത്തെ വിലപേശലുകൾ എനിക്ക് വ്യക്തിപരമായി ഞാൻ എല്ലാ തരത്തിലുള്ള സിനിമകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പുതുതലമുറ സംവിധായകന്മാരെ, നിർമ്മാതാക്കളെ വിലക്കി നടന്മാരൊന്നും പ്രൊഡ്യൂസർമാരാവില്ല എന്നുള്ള
ആ സിൻഡ്രോം വാദങ്ങൾക്കൊന്നും ഞാൻ എന്തായാലും മുഖവില അല്ല അത് അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമില്ല. കാശുള്ള ആരോഗ്യ സിനിമ നിർമ്മിച്ചോട്ടെ, അത് നല്ല സിനിമയായിരിക്കണം, നന്നായി പ്രൊഡക്ഷൻ നടത്തി കൃത്യമായി വെൽ പ്ലാൻഡ് ആയിരിക്കും. ഇവരൊക്കെ തന്നെയാണ് ചേട്ടാ ഇതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം വായിൽ നാക്കുണ്ടോ നോക്കണം ഇവരുടെയൊക്കെ. സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇവർക്ക് പറ്റണം. അതൊന്നും അഡ്രസ്സ് ചെയ്യാതെ അവരുടെ പോക്കറ്റിലെ പൈസ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ചീപ്പ് പരിപാടികളൊന്നും. ഇപ്പൊ ഈ നിർമ്മാതാക്കൾക്കിടയിൽ തന്നെ ഇങ്ങനെ തർക്കം ഉണ്ടായത് വളരെ ദുഃഖകരമായ കാര്യമാണ്. പാനിന് വരുമ്പോൾ ഒരു ജി സുരേഷ് കുമാർ രംഗത്ത് പറയുന്നു, അദ്ദേഹം തിരിച്ചതിന് മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഇത് ഈ ജി സുരേഷ് കുമാറിനെ സംബന്ധിച്ച് അവരൊക്കെ 40 വർഷത്തിലധികമായി മലയാള സിനിമയിലുള്ളവരെ തന്നെയാണ്. അപ്പോൾ അവർക്ക് ശരിക്കും ഇതിൻ്റെ ഒരു അവർ അനുഭവസ്ഥരാണ്. അപ്പം ജി സുരേഷ് കുമാർക്ക് പ്രേം നസീറിനെ വെച്ച് സിനിമ നിർമ്മിച്ചിട്ടുള്ള ആളാണ്, അയൽവാസി ദരിദ്രവാസി സിനിമ നിർമ്മിച്ചിട്ടുള്ള ആളാണ്, ഒരുപാട് സിനിമ എടുത്തിട്ടുള്ളവരാണ് അവരൊക്കെ തന്നെ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു ഇത് അറിയാം. പക്ഷേ ഈ കാലം മാറിയിരിക്കുന്നു എന്നുള്ള ആ കാര്യം പഴയ തലമുറ നിർമ്മാതാക്കളും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ വലിയ താരങ്ങൾ വെച്ച് സിനിമ എടുക്കുമെന്നുള്ള നിർബന്ധവും വേണ്ട. അല്ലാതെ പുതിയ തലമുറയിലെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആളിനെയൊക്കെ വെച്ചവർക്ക് സിനിമ എടുക്കാം, എടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു വലിയ ഒരു വിഭാഗം ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. അതിന് നിർമ്മാതാക്കളും അഭിനേതാക്കളും അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധന്മാരും ഒക്കെ ഓർക്കുക. പ്രതിഫലം വാങ്ങിക്കുമ്പോൾ വേറൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ, ഈ താരങ്ങളെ അല്ലെങ്കിൽ സംവിധായകനെയും പോലെയുള്ള പ്രതിഫലം അതിന് താഴോട്ടുള്ള ആൾക്ക് ഇല്ല എന്നാണ് എപ്പോഴും മനസ്സിലാക്കുന്നത്. സ്റ്റാർ വാല്യൂ അനുസരിച്ചാണ്. ഇപ്പൊ നയൻതാരയ്ക്ക് കിട്ടുന്ന സ്റ്റാർ വാല്യൂവിന്റെ പൈസ പാർവതി തിരുവത്തി വെച്ചാൽ കൊടുക്കാൻ പറ്റില്ല. കാര്യം ആ തിയേറ്ററിൽ ആരെ എത്തിക്കുന്നുള്ള. ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കൊടുക്കണം. ഇപ്പം പാർവതി തിരുവത്തിന് കിട്ടുന്ന ഒരു പ്രതിഫലമായിരിക്കും സഹനടനായി വേറെ ആൾ കിട്ടുന്നത്, പാർവതി തിരുവത്തിനായിരിക്കും കൂടുതൽ കിട്ടുക. അപ്പൊ ആ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു സിംഗിൾ ഇക്വേഷൻ ഇട്ടിട്ട് 1:1+1=2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വ്യത്യസ്തമായ അവസ്ഥകളും സന്ദർഭങ്ങളും പ്രശ്നങ്ങളുമാണ്. ഓരോന്നിനും ഓരോ പരിഹാരങ്ങളായി. ഏതായാലും ഇത് എല്ലാവരും പരിചയക്കാരാണ്, ഇവരിൽ അപരിചിതരൊന്നുമില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്നും ചർച്ച ചെയ്ത് ഈ വെറുതെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അതല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി പറയുന്നതിന് പകരം എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാലൊന്ന് മനസ്സ് തുറന്നാൽ ഇത് പ്രശ്നമൊക്കെ പരിഹരിക്കാന്നുള്ളതേ ഉള്ളൂ. കാരണം എല്ലാവരും പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തി ഇതിന് കാരണം ഈ സമരം ഇതല്ല ഒന്നും വേണ്ട, അങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പായി ഭംഗിയായി മുന്നോട്ട് പോകണം. കാരണം ഇത് ഈ വലിയ താരങ്ങൾക്കും അല്ലെങ്കിൽ സമുദായമാർക്കൊന്നും ഈ സിനിമ ഇറങ്ങിയില്ലെങ്കിലൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇതുകൊണ്ട് മാത്രം വരുമാനം കിട്ടുന്ന ഒരുപാട് ആളുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, അതിൻ്റെ ഈ മറ്റുള്ള സാങ്കേതിക താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ചെങ്കിലും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഒപ്പം നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുന്നിൽ എന്നും നമ്മൾ അഭിമാനത്തോടെ തലയുയർത്തുന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകൾ ഇറങ്ങുന്ന ഒരു ഭാഷ മലയാളം തന്നെയാണ്. അതുകൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഒരു സർക്കാരിനൊക്കെ ഇക്കാര്യത്തിൽ സർക്കാർ കണ്ടില്ലെന്ന് അവർ കണ്ടതായിട്ട് ഭാവിക്കുന്നില്ലെന്നാണ്. സർക്കാരൊക്കെ ഇടപെട്ട്, സിനിമാ മന്ത്രിയൊക്കെ ഉള്ളതല്ലേ, സിനിമാ ചുമതലയുള്ള മന്ത്രിയൊക്കെ ഇടപെട്ട് അന്വേഷിച്ച് ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയൊരു വ്യവസായ മേഖല തന്നെ തകർച്ചയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. അത് ഒഴിവാക്കേണ്ടത് നമ്മുടെ ഏവരുടെയും കടമയുമാണ്. നമസ്കാരം.